പ്രശാന്തേട്ടാ, നമ്മളാരും യുദ്ധത്തിന് അനുകൂലികളായിട്ടുള്ള ആളുകളല്ല. പക്ഷേ ലോകത്തിൻ്റെ ഇപ്പോഴത്തെ സാഹചര്യം നമ്മൾ എങ്ങോട്ട് തിരിഞ്ഞാലും യുദ്ധസമാനമായ ഒരു അന്തരീക്ഷമാണ്. അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങൾ നമുക്ക് വാർത്താ ചാനൽ എന്നുള്ള നിലയിൽ നമുക്ക് ചർച്ച ചെയ്യാതിരിക്കാനും സാധ്യമല്ല. ഒരു ചോദ്യം ഉള്ളത്, ഇപ്പോൾ ഇസ്രായേൽ ദിവസവും വരുന്ന വാർത്തകൾ നമുക്കറിയാം. അവിടെ നിരന്തര സംഘർഷം, മുമ്പത്തേക്കാൾ സംഘർഷമാണ്. ഇന്ത്യയും ഇസ്രായേലും തമ്മിൽ നല്ല സൗഹൃദവുമാണ്. നമുക്ക് വേറൊരു കാര്യമുള്ളത്, ഈ ഇസ്രായേൽ യുദ്ധത്തിന് ഇറങ്ങിയാൽ, അല്ലെങ്കിൽ തന്നെ അവർ ആയുധം അവരുടെ കയ്യിലുണ്ട്, അവർ ഹമാസിനെ തീർക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇന്ത്യയുടെ ആയുധങ്ങൾ ഇസ്രായേൽ ഉപയോഗിക്കുന്നുണ്ടോ? അതിന് എന്തെങ്കിലും വാസ്തവമുണ്ടോ? അങ്ങനെ ഉപയോഗിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അത് പരസ്യമായിട്ടുള്ള ഒരു വ്യക്തത വരത്തക്കോണോ അല്ലെങ്കിൽ അറിയിപ്പ് കൊടുത്ത് ഒന്നും നമ്മൾ കണ്ടിട്ടില്ല. പക്ഷേ ഈ രഹസ്യമായിട്ട് കൊടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഈ യുദ്ധം തുടങ്ങിയതിന് ശേഷം വളരെ കൂടുതൽ ആയുധങ്ങൾ ഇന്ത്യയിൽ നിന്ന് കപ്പൽ മാർഗം ഇസ്രായേൽ എത്തിയിട്ടുണ്ട്. അതിനകത്ത് വേറെ വലിയ കാര്യമെന്ന് പറഞ്ഞാൽ, നമ്മൾ കാർഗിൽ യുദ്ധ സമയത്ത് നമുക്ക് ഈ സംവിധാനങ്ങളെല്ലാം തന്നത് ഇസ്രായേലാണ്. അപ്പോൾ അവിടെ നമ്മൾ യുദ്ധം വളരെ കാലം യുദ്ധം ജയിച്ച് പോകണം. അപ്പോൾ ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്ന് അന്ന് ഈ ചരിഞ്ഞ പ്രദേശമാണല്ലോ ഈ കാർഗിൽ യുദ്ധം. ബുദ്ധിമുട്ടുണ്ടായിട്ട് അല്ലെങ്കിൽ ഏറ്റവും മുകളിൽ കയറിയിട്ട് നമ്മളെ ഇങ്ങോട്ട് അറ്റാക്ക് ചെയ്യും. അപ്പോൾ മേളിൽ നിന്ന് ഒരാൾ അറ്റാക്ക് ചെയ്യും, താഴെ നിന്ന് സാധാരണ അങ്ങനെയുള്ള യുദ്ധം ചെയ്യാൻ പ്രയാസമല്ല. പിന്നെ അത് എളുപ്പമല്ലേ, താഴെ വയ്ക്കുന്ന ആൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? എളുപ്പം നമുക്ക്. അപ്പോൾ അങ്ങനത്തെ ഒരു യുദ്ധമായിരുന്നു. ആ യുദ്ധം നമ്മൾ ജയിക്കുന്ന ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഇസ്രായേലിന് വ്യക്തമായ പങ്കുണ്ട്. ഇസ്രായേൽ ആ സമയത്ത് ഏറ്റവും കൂടുതൽ ഇന്ത്യ സഹായിച്ച ഒരു രാജ്യമാണ്. അപ്പോൾ അവരുടെ യുദ്ധ സാമഗ്രികൾ നമുക്ക് തന്നു, ഫ്ലൈറ്റുകൾ തന്നു, ബോംബിംഗ് സംവിധാനങ്ങളുണ്ട്. പിന്നെ മാത്രമല്ല ഈ അവിടെ പറപ്പിക്കാൻ പറ്റുന്ന പൈലറ്റുമാരെ വരെ നമുക്ക് തന്നിട്ടുണ്ടെന്നാണ് പറയുന്നത്. മാത്രമല്ല ഇതിനകത്ത് ആ ചരിഞ്ഞ പ്രദേശത്ത് കൂടെ ഫ്ലൈറ്റുകൾ പറക്കുന്നതിന് അല്ലെങ്കിൽ അതിൽ ആ പ്രദേശത്ത് ബോംബിംഗ് നടത്തക്കോണം ബോംബ് ഈ ഫ്ലൈറ്റിൽ ഫിറ്റ് ചെയ്യുന്ന സാങ്കേതിക വിദഗ്ധരെ വരെ നമുക്ക് തന്നിട്ടുണ്ട്. അപ്പം അതിനുശേഷം നമ്മളും ഇസ്രായേലും തമ്മിലൊരു കരാറ് തന്നെ ഉണ്ടായിരുന്നതാണ് വിദഗ്ധമായ അല്ലെങ്കിൽ ഇതിൻ്റെ അറിയാൻ സാധിക്കുന്നത്. പരസ്യമല്ല, അങ്ങനത്തെ പരസ്യമാക്കാൻ പറ്റത്തില്ലല്ലോ പല കാര്യങ്ങൾ, യുദ്ധകാര്യങ്ങൾ അല്ലെങ്കിൽ രാജ്യം തമ്മിലുള്ള രഹസ്യ കരാറുകൾ, ഈ മാതിരി ആഭ്യന്തര രഹസ്യങ്ങളൊന്നും പരസ്യപ്പെടുത്താറില്ല. ഇവിടെ ഇസ്രായേൽ ആയുധം നിർമ്മിക്കും ഇന്ത്യയിൽ, മനസ്സിലാവുന്നുണ്ടോ? അത് ഇന്ത്യയിൽ തന്നെ സ്റ്റോർ ചെയ്തിട്ട് ആവശ്യമുള്ള സമയത്ത് അത് നമ്മൾ അവർക്ക് എത്തിച്ചു കൊടുക്കും. അതിനുവേണ്ട സാമ്പത്തികവും അല്ലെങ്കിൽ എത്തിച്ചു കൊടുക്കുന്നതിന് അങ്ങനത്തെ എല്ലാം അവർ വഹിച്ചു കൊടുക്കും. അപ്പോൾ ആ രീതിയിൽ ഇന്ത്യയിൽ അന്ന് തൊട്ട് ആയുധം നിർമ്മിക്കുന്നതിനും പരസ്പരം ഈ ആയുധങ്ങൾ സാങ്കേതികമായിട്ട് വിദഗ്ധമായ ആയുധങ്ങൾ പരസ്പരം കൈകാര്യം ചെയ്യുന്നതിനും പരസ്പരം സഹായിക്കുന്നതിനുമായിട്ടുള്ളൊരു ധാരണ ഇസ്രായേലും ഇന്ത്യയുമായിട്ടുണ്ട്. കാരണം ആ രാജ്യങ്ങൾ തമ്മിൽ വളരെ അടുപ്പത്തിലുള്ള രാജ്യങ്ങളാണ്. അതുതന്നെ ലോകത്തിലെ ഏറ്റവും വലിയ രഹസ്യ അന്വേഷണ മൊസാദ് അതിനെക്കാട്ടി മുകളിലാണ് റോ എന്നാണ് പറയുന്നത്. മൊസാദ് ഏറ്റെടുക്കുന്ന കാര്യങ്ങൾ അവർ ചെയ്തതിന് ശേഷം പരസ്യപ്പെടുത്താറുണ്ട്. അതുകൊണ്ട് മൊസാദ് ലോകത്തെ ഏറ്റവും വലിയ രഹസ്യാന്വേഷണ വിഭാഗമായിട്ട് അറിയപ്പെടുന്നത്. ഇല്ലെന്നല്ല, ഉണ്ട്. പക്ഷേ റോ ഇപ്പോൾ അതിനും അപ്പുറമാണെന്നാണ് ദേശീയതലത്തിൽ പല അജ്ഞാതരെയും. പക്ഷേ റോയുടെ കാര്യങ്ങൾ റോ എന്ത് ചെയ്തു എന്ന് റോ പരസ്യപ്പെടുന്നില്ല. അതാണ് ഇന്ത്യയുടെ രഹസ്യാന്വേഷണ വിഭാഗത്തിൻ്റെ ഒരു കാര്യം. ആൾക്കാരിങ്ങനെ ഊഹിക്കുന്നേ ഉള്ളൂ. റോ ഒരിക്കലും ഞങ്ങളത് ചെയ്ത് ഇപ്പോൾ ഏറ്റവും അവസാനം ബംഗ്ലാദേശിലെ കലാപം റോ വളരെ കൃത്യമായിട്ട് ബംഗ്ലാദേശ് പ്രസിഡന്റിനെ ഉൾപ്പെടെ ഇന്ത്യയെ അറിയിച്ചു. ഇന്ത്യയിൽ നിന്ന് ഔദ്യോഗികമായിട്ട് അവരെ അറിയിച്ചെന്നാണ് പറയുന്നത്. അത് അറിയിച്ചു, ഇതുപോലെ നീക്കമുണ്ട്, നിങ്ങളുടെ പുതിയ പട്ടാള മേധാവി ചൈനയുടെ ആളാണ്, പ്രധാനമന്ത്രി അറിയിച്ചു. പക്ഷേ അവരത് ഗൗരവത്തിലെടുത്തില്ല. അവർക്ക് ഈ പറയുമ്പോൾ ദേശീയവാദവും കാര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ തന്നെ ചില കാര്യങ്ങൾ ഗൗരവത്തിലെടുക്കാതെ അവരുടെ ബന്ധുവാ പട്ടാള മേധാവി, അടുത്ത ബന്ധു. അപ്പോൾ അങ്ങനെ ഒരു ധാരണ കാണും. പിന്നെ ചില കാര്യങ്ങളൊന്നും സംഭവിക്കത്തില്ല, കാരണം തുടർച്ചയായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയല്ലേ. അല്ലെങ്കിൽ അപ്പോൾ അവർക്കൊരു അപ്രമാദിത്വമുണ്ട്, പിന്നെ എല്ലാം എൻ്റെ കയ്യിലാണ് എന്നുള്ളൊരു തോന്നലൊക്കെ വരുന്നത്. ഈ രഹസ്യമായിട്ടുള്ള ഒരു നീക്കമെന്ന് അവർക്ക് പെട്ടെന്ന് ഉണ്ടായില്ല. അപ്പം മാത്രമല്ല അവർക്കൊന്നും രഹസ്യാന്വേഷണ ഈ ചെറിയ രാജ്യങ്ങൾക്ക് ഇതുപോലെ വ്യക്തമായ രഹസ്യാന്വേഷണ വിഭാഗമില്ല. അപ്പം ഇത് നമ്മൾ ഓരോ രാജ്യത്തും എന്ത് സംഭവിക്കുന്നു, അല്ലെ ഓരോ രാജ്യത്തിൻ്റെ നീക്കങ്ങൾ എത്തരത്തിലോളം ആണ് എന്നുള്ളത് വളരെ കൃത്യമായിട്ട് മറ്റുള്ള അമേരിക്കയുടെ രഹസ്യാന്വേഷണ വിഭാഗം പോലും മൊസാദിൻ്റെ പോലെയും റഷ്യയുടെ പോലെയും ഒക്കെ നീക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ്
ഇതുപോലുള്ള പല സമരങ്ങളും അല്ലെങ്കിൽ അട്ടിമറികളും ഇന്ത്യയിൽ വിജയിക്കാൻ വരുന്നത്. നമ്മൾ പലപ്പോഴും പല ഘട്ടങ്ങളിലും ഇപ്പം നരേന്ദ്രമോദിയെ നമ്മുടെ ഇവിടുത്തെ ഈ തീവ്രമായി ചിന്തിക്കുന്ന ഹിന്ദുക്കളൊക്കെ കുറ്റപ്പെടുത്താണ്. ഇയാളെന്തൊരു പ്രധാനമന്ത്രി, ഇയാളിൽ വലിയ പ്രതീക്ഷയായിരുന്നു, അവിടെ ഇത് വരുന്നു, ഇവിടെ അറ്റാക്ക് വരുന്നു, എല്ലായിടത്തും അനങ്ങാതിരിക്കുന്നു. നമുക്കും തോന്നാറില്ലേ പല സമരം. കാർഷിക സമരം വന്നപ്പം അത് പിൻവലിച്ചു, CA സമരം വന്നപ്പോൾ കുറച്ച് നാൾ ഇത്രയും അവിടെ ഇവിടെയും കത്തിച്ചിട്ട് അനങ്ങാതിരിക്കുന്നു, അല്ലെങ്കിൽ മറ്റ് സമരങ്ങളങ്ങ് വിട്ടുകൊടുക്കുന്നു, ബംഗ്ലാദേശിൽ വിഷയങ്ങൾ നടന്നിട്ട് ഇടപെടുന്നില്ല. ഈ വിഷയങ്ങളെല്ലാം ക്രിയേറ്റ് ചെയ്യുന്നതാണ്. ഇപ്പോൾ നമുക്ക് ഈ പശ്ചിമ ബംഗാളിലെ വിഷയത്തോടു കൂടി നമുക്കത് ഒരു ജനങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിലേക്ക് പോയി. ലോകം മൊത്തം ചർച്ച പശ്ചിമ ബംഗാളിലെ വിഷയം, പല വിഷയങ്ങളും അതുപോലെ ബംഗ്ലാദേശിലെ വിഷയം. അപ്പം ഇത് ഇപ്പം ലോകം മൊത്തം ചർച്ച ചെയ്യുന്നത് ഓപ്പറേറ്റ് ചെയ്തതാണ്, പാകിസ്ഥാൻ ഓപ്പറേറ്റ് ചെയ്തതാണ്, പാകിസ്ഥാനെ കൊണ്ട് അമേരിക്ക ഓപ്പറേറ്റ് ചെയ്യിച്ചതാണ്. ഇത് ഒരു സമരം, ന്യായമായ സമരത്തിൽ തുടങ്ങി ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് അതൊരു കലാപത്തിലേക്ക് ഭരണകൂടത്തെ അതിനെ ഉപയോഗിച്ച് ഇത് ജമാഅത്ത് ഇസ്ലാമിയാണ്. ആ ന്യായം അംഗീകരിച്ചിടക്കുകയും ആ കലാപം പിന്തുടർന്ന് വംശഹത്യയ്ക്ക് വേണ്ടിയാണ്. അപ്പം അതൊരു ചർച്ചയായിട്ടുണ്ട്, ലോകത്ത് മൊത്തം ചർച്ചയായി. അത് ഇന്ത്യയിൽ ഇതിന് സമാനമായ പല കലാപങ്ങളും നേരത്തെ ഓപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. ബംഗ്ലാദേശിൽ അമേരിക്കയാണ് ഇതിന്റെ പിന്നിലെന്ന് ഷെയ്ഖ് ഹസീന പോലും പറഞ്ഞു. കാരണം അവർ രാജ്യത്തെ അഭിസംബോധന ചെയ്യാൻ വേണ്ടി എഴുതി വെച്ചൊരു കത്തുണ്ട്. അതൊന്നും അഭിസംബോധന ചെയ്യാൻ അവർക്ക് സമയം കിട്ടിയില്ല. അതിനു മുമ്പേ അവർക്ക് ഉള്ളതും കൊണ്ട് നാട് വിടേണ്ടി വന്നു. ആ കത്തിൽ ഉണ്ടായിരുന്നു എന്നാണ് ആ കത്ത് പുറത്തു വരികയും ചെയ്തു. പക്ഷെ അവരെ മോൻ അത് വന്ന് നിശ്ചയിച്ചു. കാരണം പുള്ളി അമേരിക്ക വീട്ടിൽ ചെന്ന് കാണും. അല്ല, ഈ ഷെയ്ഖ് ഹസീന നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട് അമേരിക്ക ഇങ്ങനെ ഒരു താല്പര്യം പ്രകടിപ്പിക്കുന്നുണ്ട്. അതെ. അപ്പോൾ അതുകൊണ്ട് അവർക്ക് അതിന് അമേരിക്കയോട് താല്പര്യമില്ല. അപ്പോൾ എന്ന് പറഞ്ഞാൽ ഇതിപ്പം പരസ്യമായ രഹസ്യമാണ്. അമേരിക്ക ഇതുവരെ രഹസ്യമായി ചെയ്തിരുന്നത് ഈ ഒരു ബംഗ്ലാദേശിലെ പ്രശ്നത്തോടെ അമേരിക്ക തുറന്നു കാട്ടപ്പെടുക. കാരണം ലോകത്തെല്ലായിടത്തും അമേരിക്ക ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അവരുടെ വരുതിക്കല്ലാത്തത്, അല്ലെങ്കിൽ അവർക്കപ്പുറം വളരാൻ പോകുന്ന 50 കൊല്ലത്തിന് പോലും അപ്പുറം വളരാൻ പോകുന്ന ഒരു രാജ്യത്തെ അവർ ഉപദ്രവിച്ചുകൊണ്ടിരിക്കും. ശരിക്കും അവർ അമേരിക്ക ഉന്നമിക്കുന്ന ഇന്ത്യയാണ്. ഉന്നമിക്കുന്ന ഇന്ത്യ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ പൂട്ടാനെ കാളയും പോത്തിനെയും കൂടെ വെച്ച് കെട്ടി പൂട്ടും. ഇപ്പം ഈ പോത്ത് പെല്ല നടക്കും, കാളെ വറപ്പ് നടക്കും. അപ്പം ഈ കാളയെ ഊങ്ങിയിട്ട് പോത്തിനെ അടിക്കും. പണ്ടത്തെ ഒരു ശരി. എന്ന് വെച്ചാൽ കാളെ ഊങ്ങുമ്പോൾ കാളെ അടി കൊള്ളുമെന്ന് പറഞ്ഞിട്ട് ഒന്നുകൂടെ ആയും പോത്തിനിട്ട് അടി കൊടുക്കും. അന്നേരം ആ അയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ ഇതുകൂടെ നടക്കും. അപ്പോൾ രണ്ടും അതിന് ഇപ്പം ഈ അടിയെന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ നമുക്കിട്ട് ഊങ്ങി നിൽക്കുന്ന അവിടെയാണേ ഉള്ളൂ. ശരിക്കും ആണോ? അപ്പം ഇതുപോലെ കലാപങ്ങൾ ഇവിടെ ഓപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. ജല്ലിക്കെട്ട് കലാപം അതിൻ്റെ ഒരു ഉദാഹരണമാണ്. ആരും ശ്രദ്ധിക്കാത്തൊരു കലാപം ജല്ലിക്കെട്ട്. ആദ്യമേ ജല്ലിക്കെട്ട് വേണം, അല്ലെങ്കിൽ പ്രാദേശിക ഉത്സവം എന്ന് പറഞ്ഞുകൊണ്ട് ഇത് കുടിമ്പിരി കൊണ്ടപ്പോൾ അതിനകത്ത് CA അന്ന് ഞൊഴഞ്ഞു കരുതാ. പിന്നെ അതിൻ്റെ റിപ്പോർട്ടൊക്കെ വന്നതാണ് നരേന്ദ്രമോദിക്കെതിരായിട്ട്. ശരിക്കും പറഞ്ഞാൽ അത് തുടങ്ങുന്നത് രാജ്യവിരുദ്ധമായിട്ടല്ല, അവർ പ്രാദേശിക വിഷയമായിട്ട് തുടങ്ങി. പക്ഷേ അത് ഒരു ഘട്ടം കഴിയുമ്പോൾ വേറെ അവസ്ഥയിലേക്ക് പോകും. അന്നേലേക്ക് അതിനുവേണ്ടി ഒരാളങ്ങ് അവതരിക്കുക, അല്ലെങ്കിൽ ഒരാളിനെ കൊണ്ടുവരിക. എന്നിട്ട് പക്ഷേ അത് പൊളിഞ്ഞു പോയി. അതിനുശേഷം CA സമരം ശ്രദ്ധിച്ചില്ലായിരുന്നു. ഇത് നമ്മളറിയാൻ വയ്യാത്ത ആൾക്കാർ പെട്ടെന്ന് അതിൻ്റെ നായകനായിട്ട് സമരം മൂർച്ഛിച്ച് വരുമ്പോൾ നായകനായിട്ട് വരും. ഏറ്റവും അവസാനം കർഷക സമരം ഇവിടെ കണ്ടില്ലേ? കർഷക സമരത്തിൻ്റെ നായകനായിട്ട് മറ്റേ വന്നില്ലേ? ഇപ്പം ജയിലിൽ കിടത്ത MP ആയിട്ടില്ലേ? അപ്പോൾ സുപ്രഭാതത്തിൽ അങ്ങ് വരുമോ, മറ്റേയാളുടെ പിൻഗാമിയാണ്, അയാളുടെ കൂട്ട് വേഷം കെട്ടുക, അയാൾക്ക് പറയുന്നതെല്ലാം പറയുക, ആൾക്കാർ കൂടുക. കർഷക സമരം തുടങ്ങിയതുപോലെയാണ് ഓപ്പറേറ്റ് ചെയ്ത് വന്നപ്പോൾ എങ്ങനെ ഖാലിസ്ഥാൻകാരുടെ കയ്യിലായില്ലേ? നരേന്ദ്രമോദി ഇതുവരെ ഒരു കാൽ പുറകോട്ടെടുത്ത ഒരു ചരിത്രമില്ല. കർഷക സമരം പിൻവലിക്കുന്ന കാർഷിക സമരത്തിൻ്റെ പോരായ്മ കൊണ്ടല്ല, കാർഷിക ബില്ലിൻ്റെ പോരായ്മ കൊണ്ടല്ല. അതിനകത്ത് ഇനി അത് മുന്നോട്ട് കൊണ്ടുപോയാൽ എല്ലാ ആവശ്യങ്ങളും അംഗീകരിച്ചാലും ആ സമരം മുന്നോട്ട് പോകും. അതിന് ഉദാഹരണമായിരുന്നു അന്ന് നമ്മുടെ കൊടി മാറ്റിയിട്ട് കൊടി കെട്ടി അന്ന് വെടിവെക്കണമായിരുന്നു. നമ്മൾ വെടിവെക്കാത്തപ്പോൾ നമ്മളെല്ലാം എന്ത് ചോദിച്ചു, എന്തോ കാണിക്കുന്നത്, ദേശീയപതാക മാറ്റിയിട്ട് ഖാലിസ്ഥാനെ ഓടിയിട്ട് ആരെയും നമ്മളൊന്നും ചെയ്തില്ലല്ലോ. പോലീസ് ശക്തമായിട്ട് അടിച്ചത് പോലുമില്ല, പട്ടാളക്കാർ ഇറങ്ങാതെ നിന്നു. കാരണം അവർക്ക് അതിനുള്ള ഡയറക്ഷൻ ഉണ്ടായിരുന്നു. അന്ന് വെടിവെക്കാൻ എന്താ, അല്ലെങ്കിൽ 10 പേരെ കൊല്ലാൻ എന്താ, ഇതിനുള്ള ഇന്ത്യ പട്ടാളത്തിന് അതിനുള്ള കരുത്തില്ലേ? ഉണ്ട്. പക്ഷേ അവിടെ രക്തസാക്ഷികൾ ഉണ്ടായതിനു ശേഷം അതേ തുടർന്ന് ആ സമരം ഭീകരമാവണം, കലാപമാവണം. ഇത് ഉദ്ദേശിച്ച് ഇവിടെ നടന്നുണ്ട്. അത് നമ്മൾക്കിത് നമ്മുടെ രഹസ്യാന്വേഷണ വിഭാഗത്തിന് വളരെ കൃത്യമായിട്ട് അറിയാവുന്നതുകൊണ്ടാണ് പല സമരങ്ങളും അതിനെ ഒതുക്കി കയ്യിലാക്കി കൈകാര്യം ചെയ്തു വിടുന്നത്. അതുകൊണ്ടാണ് ഇവിടെ നടക്കാത്തത്. പശ്ചിമ ബംഗാളിൽ അങ്ങനെയല്ല. അതിനുള്ള കരുത്തോ ബുദ്ധിയോ ഒന്നും രഹസ്യാന്വേഷണമോ ഒന്നുമില്ല. പക്ഷേ നമ്മുടെ ഭരണാധികാരികൾ എന്തുകൊണ്ടും ഇപ്പം നമുക്ക് വന്നേക്കുന്ന ഭരണാധികാരികൾ ഈ കാര്യത്തിലെല്ലാം വിദഗ്ധന്മാരാണ്. അതുപോലെ തന്നെ നമ്മുടെ പട്ടാളത്തെ മോശമാക്കാൻ ശ്രമിക്കുന്നില്ലേ പ്രതിപക്ഷം? പട്ടാളത്തിനകത്ത് ചേരിപ്പേരുണ്ടാക്കാൻ ശ്രമിക്കുന്നില്ലേ?
ബംഗ്ലാദേശിൽ എന്തോ സംഭവിച്ച പട്ടാളത്തെ പിടിച്ചോണ്ടാ ഇവിടെ പട്ടാളത്തിനകത്ത് നമ്മുടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി പലപ്പോഴും പട്ടാളത്തിനകത്ത് കയറി പട്ടാളത്തിനകത്ത് വിഭജനം ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന പല പ്രസ്ഥാനങ്ങളും നടത്തിയിട്ടുണ്ട്. പട്ടാളത്തിനകത്ത് ജാതി പറയുന്ന രീതി ഒരു രാജ്യത്ത് ഇതുവരെ നമ്മുടെ ഇത്രയും പല പ്രശ്നങ്ങളും ഉണ്ടായിട്ട് പട്ടാളത്തിനകത്ത് അല്ലെങ്കിൽ അവർക്കകത്ത് ജാതിയൊന്നും ഉരുത്തിരിഞ്ഞു വന്നിട്ടില്ല. അതിന് ശ്രമിക്കുന്ന ഒരു കാര്യം. അപ്പോൾ ഇത് അവർക്ക് ഭരണത്തിന് വേണ്ടി അല്ലെങ്കിൽ രാജ്യത്തിനകത്ത ശക്തികൾ രാജ്യത്തെ പിന്തിരിപ്പിക്കാൻ ഈ ശക്തികളെ പിടിച്ചുകൊണ്ട് വെളിയിൽ നിന്ന് കലാപം ഉണ്ടാക്കാം. അപ്പം ആ രീതിയിലേക്ക് കാര്യങ്ങൾ പോകും. ഞാനീ പറഞ്ഞത് അപ്പം ഇസ്രായേലിനകത്ത് ആയുധം കൊടുക്കും നമ്മൾ പറഞ്ഞ് വേറെ ഇസ്രായേൽ ആയുധം കൊടുക്കുന്നുണ്ടോ എന്ന് പറഞ്ഞാൽ അത് രഹസ്യം പരസ്യമായിട്ട് പറയുന്നില്ലെങ്കിൽ ഇന്ത്യ ആയുധം കൊടുക്കുന്നുണ്ട്. ഇന്ത്യ വേണ്ട സഹായം എല്ലാം ചെയ്യുന്നുണ്ട്. കാരണം ഇന്ത്യക്ക് വേണ്ടപ്പെട്ടപ്പോഴെല്ലാം നമുക്ക് നമ്മളോട് ഒന്നും ആവശ്യമില്ലാതെ നമ്മളെ സഹായിച്ചുകൊണ്ടിരിക്കുന്ന ഇപ്പോഴും സഹായിച്ചുകൊണ്ടിരിക്കുന്ന കാലങ്ങളായി സഹായിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വലിയ സുഹൃത്താണ്. നരേന്ദ്രമോദി വന്നതിന് ശേഷം ആ ബന്ധത്തിന് കൂടുതൽ ആഴം ഉണ്ടാക്കാനും അല്ലെങ്കിൽ സൗഹൃദം കൂടുതൽ ഊട്ടിയുറപ്പിക്കാനും ഒക്കെ ശ്രമിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആ യുദ്ധത്തിന് ഇപ്പം ഇറാഖിനോട് നമുക്ക് താല്പര്യമുണ്ടാകും. നമ്മുടെ താല്പര്യത്തിൽ ഇറാനോട് നമുക്ക് താല്പര്യത്തിൽ നിൽക്കുന്നുണ്ട് ഇറാൻ. പക്ഷേ അതിനപ്പുറമാണ് ഇസ്രായേലിനോടുള്ള നമ്മുടെ കരുതൽ. അപ്പോൾ യുദ്ധം ഉണ്ടാവാതിരിക്കാൻ വേണ്ടി ഒരു ശ്രമം ഇന്ത്യ നടത്തുന്നുണ്ടാവും. പക്ഷേ യുദ്ധം ഉണ്ടായാൽ അല്ലെങ്കിൽ ഇതുവരെ യുദ്ധം ചെയ്തതിനകത്ത് നമ്മൾ നിർമ്മിച്ചു കൊടുക്കുന്ന കരാമസത്തിൽ നിർമ്മിച്ചു കൊടുക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ ആയുധങ്ങളൊക്കെ ഇസ്രായേൽ ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പോഴും വേണ്ടി വന്നാൽ ആവശ്യത്തിനുള്ള ആയുധങ്ങൾ കൊടുക്കുന്നുമുണ്ട്. അങ്ങനെയാണ് ഇതിൻ്റെ ഒരു പോക്ക്.